ആരും കണ്ടില്ല. എല്ലാവരും ഒരു സായിപ്പന്മാരൊക്കെ ഒരു അത്ഭുതത്തോടെ നോക്കണ്ടായിരുന്നു, ഇത് എന്ത് വേഷപ്പത്. അല്ല, ഒരാൾ പറഞ്ഞു നിങ്ങളുടെ ആ ഇത് എന്താ പറയാ, നമ്മളുടെ തനത് വസ്ത്രമാണല്ലോ, അത് കൊണ്ട് നടക്കണതിൽ ഭയങ്കര സന്തോഷം തോന്നിയെന്നൊരു സായിപ്പന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞങ്ങള് പറഞ്ഞു, ഞങ്ങളുടെ ട്രഡീഷനാണ്, ഞങ്ങൾ ഈ പാറ്റേൺ മാറില്ല, ഞങ്ങള് മുണ്ടും സാരിയും മാറ്റിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞങ്ങളില്ല. ഇന്ന് നിങ്ങൾ രണ്ടുപേരുമാണ് ഇവിടെ അതിഥിയായി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്ന അമ്മയും മകനും എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നൊരു കമന്റ് അമ്മയുടെ സാരിയെ കുറിച്ചിട്ടാണ്. ഭയങ്കര നല്ല സാരീസാണ്, സാരി കളക്ഷൻ അമ്മയുടെ ഭയങ്കര വലുതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് മാറ്റണ്ട, ഞങ്ങൾ അതിന്റെ കുറെ ആരാധകരുണ്ട്. ഇനി എങ്ങോട്ടാണ് യാത്ര? ഒരു യാത്ര കഴിയുമ്പോൾ തന്നെ അടുത്ത യാത്ര പ്ലാൻ ചെയ്യോ? ശരത്ത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു ആസൂത്രണം? ഞങ്ങൾക്ക് മക്കൾക്കൊന്നും പറ്റുന്നില്ലല്ലോ ഇതൊന്നും. എന്റെ യാത്രകൾക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞല്ലോ, ഇപ്പൊ ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്തത് തന്നെ ഒരു അൺപ്ലാൻഡ് പരിപാടിയായിരുന്നു. ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു ടൊമാറ്റോ ഫെസ്റ്റിവലിന് പോകണം എന്നുള്ളത്. നേരെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാന്നുള്ളൊരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരു വലിയ പരിപാടിയായി പോയി. അതായത് 29 ദിവസം, 30ാമത്തെ ദിവസം എന്റെ വിസ തീരും. അത് കാരണം 29 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങൾ നേരെ സ്വിറ്റ്സർലൻഡിൽ പോയി, സ്വിറ്റ്സർലൻഡിലേക്ക് ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ സ്പെയിൻ വന്നു. സ്പെയിൻ നേരെ വെലൻസീന വന്ന് അവിടെ ഇറങ്ങി ഈ ടൊമാറ്റോ ഫെസ്റ്റിവൽ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നേരെ ഞങ്ങൾ സ്റ്റുട്ട്ഗാർഡ് പോയി. ജോമി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്. അപ്പൊ അവന്റെ അവിടേക്ക് പോയി. അവിടെ പോയി മെഴ്സഡീസിന്റെ ഫാക്ടറി ഒക്കെ കണ്ടു. അവരൊരു മ്യൂസിയം ഉണ്ട്, അതൊക്കെ കണ്ടു. അവിടുന്ന് ഞങ്ങൾ നേരെ പാരീസിൽ വന്നു. പാരീസിലൊരു 6 ദിവസം ഈഫിൽ ടവറിന്റെ മുമ്പിൽ വെറുതെ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ വൈകിട്ടൊരു 5-5:30 തൊട്ട് രാത്രി ഒരു 9:30-10 മണി വരെ ഇങ്ങനെ ഇരിക്കുക, വെറുതെ അതിങ്ങനെ നോക്കിയിരിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ലോകാത്ഭുതങ്ങളിൽ ഉണ്ടായിരുന്ന കാരണം ഭയങ്കര ഒരു ആരാധനയാണ്. അതിന്റെ മുകളിൽ ചെന്ന് നിന്നപ്പോൾ ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല ഈശ്വര, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ തോന്നിപ്പോയി എനിക്ക്. കാരണം ഇല്ല അല്ലേ, അമ്മയ്ക്ക് ഇനി കുറെ ഉണ്ട് ഇത്ര. അവിടുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഓണത്തിന് വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നത്. മേ ബി എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ ഇടയിൽ ഓണം അല്ലേ, ഓണം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മാറാറില്ല, എപ്പോഴും തൃശ്ശൂർ ഉണ്ടാവാറില്ല. അപ്പോൾ ഓണം കൂടിയില്ല അല്ലെങ്കിൽ കൂടാൻ പറ്റിയില്ല എന്ന് അറിഞ്ഞപ്പോൾ ഡുസൽഡോഫിലുള്ള ഒരു മലയാളി ഒരു ടീം, ചിഞ്ചു എന്നൊക്കെ വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അവര് ഒരു വലിയൊരു ഗെറ്റ് ടുഗെദർ നടക്കുന്നുണ്ടായിരുന്നു. 1200 മലയാളി കുട്ടികളൊക്കെ വന്നിട്ട് സാരി മുണ്ടൊക്കെ എടുത്ത് ഓണാഘോഷം, മാവേലി, ഭക്ഷണം, പരിപാടികളൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി ഡുസൽഡോഫ് പോയി. ഡുസൽഡോഫിൽ ചെന്നപ്പോൾ നമ്മളൊരു തൃശ്ശൂർ വന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിൽക്കണ പോലെ എല്ലാ മലയാളികള് നമ്മൾ വീട്ടിൽ നിന്ന് സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുടെ വീട്ടിലാണ് നിന്നത്. സച്ച് എ ലവിങ് പീപ്പിൾ. നമ്മുടെ മലയാളികൾ ജർമ്മനിയിൽ വെറുതെ അല്ല എത്രയും കാലമായിട്ട് അവിടെ നിന്ന്. അവർ 40 വർഷമായിട്ട് 85 ഞാൻ ജനിക്കുന്നേക്കാൾ മുമ്പ് പോയതാ. അപ്പൊ അവരവിടെ 40 വർഷമായിട്ട് സെറ്റിൽഡാ, അവിടെ ജീവിച്ച് വളർന്ന ആൾക്കാർ. അവർക്കൊക്കെ നമ്മുടെ എന്താ പറയാ മലയാളമൊക്കെ മറന്നുപോയിരിക്കുന്നു അവിടുത്തുകാരൊക്കെ. അവരവരുടെ ജർമ്മൻ ഭാഷയിലൊക്കെയാ സംസാരവും രീതികളും. ഫുഡൊക്കെ അവരുടെ രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി എന്നിട്ട് ചോറും പയറും അച്ചാറൊക്കെ വെക്കുക ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് ഡുസൽഡോഫ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫിൻലൻഡ് പോയി. ഫിൻലൻഡിൽ ചെന്നു. ഫിൻലൻഡിൽ നിന്ന് ഒരു 1000 കിലോമീറ്റർ സ്ട്രെച്ച് വണ്ടി ഓടിച്ച് അപ്പ് ആൻഡ് ഡൗൺ 1000 കിലോമീറ്റർ നമ്മൾ പോയി. ആർട്ടിക് സർക്കിൾ, നമ്മുടെ 3366 എന്നുള്ള ആർട്ടിക് സർക്കിളിൽ പോയി അവിടെ ചെന്നു. അവിടെ പോയിട്ട് ഒറിജിനൽ സാന്റാക്ലോസ്, ലാപ്ലാൻഡിലെ ആണ്, ഫിൻലാൻഡിലെ ലാപ്ലാൻഡിലാണ് ഈ ഒറിജിനൽ സാന്റാക്ലോസിന്റെ ഓഫീസും ഉള്ള വീടും എല്ലാം ഉള്ളത്. അവിടെ ചെന്നു പുള്ളിക്കാരനെ കണ്ടു. ഞാനിങ്ങനെ പറഞ്ഞു, സാറേ ഞാൻ തൃശ്ശൂരിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകൂടി ചോദിച്ചു ഫ്രം വേർ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യ, കേരള, തൃശ്ശൂർ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളിക്കാരൻ നമസ്കാരം എന്ന് പറഞ്ഞു. സന്തോഷം, കാരണം ഒരുപാട് ഇന്ത്യക്കാർ വരുന്ന ഒരു സ്പേസ് ആയതുകൊണ്ടായിരിക്കും പുള്ളി അപ്പൊ തന്നെ നമസ്തേ വന്നു. പക്ഷെ ആ പുള്ളിക്കാരനെ കണ്ട ഒരു ഫീൽ, ഒരു ജൈന്റ്, ഒരു മാസ്. നമ്മളൊക്കെ ഇവിടെ നമ്മുടെ ക്രിസ്മസിനൊക്കെ കാണുന്ന സാന്താക്ലോസിനൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നും. ആളെ ഒറിജിനലിനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയ, ഒരു ഹ്യൂജ്. ആളുടെ സൗണ്ടും ആളുടെ ഇരുപ്പും ഒറിജിനൽ താടിയൊക്കെ കണ്ടപ്പോൾ സോ എക്സൈറ്റഡ്. ആ ഒരു സിറ്റുവേഷനിൽ ആള് അമ്മയും എന്നെയൊക്കെ കൂട്ടി പിടിച്ചിരുത്തി പിക്ചറൊക്കെ എടുത്തു ഞങ്ങള്. അങ്ങനെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചു വന്ന് തിരിച്ച് ഒരു 20 ദിവസം 22 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് തൃശ്ശൂര് നാട് ഭയങ്കരമായി മിസ് ചെയ്ത് തുടങ്ങി. എനിക്കിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി, കരച്ചിൽ വന്നു തുടങ്ങി. പിന്നെ അമ്മ കൂടെയുള്ള കാരണം കുഴപ്പമില്ല. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്
21-ാം തീയതിക്കാട്ടാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ചോദിക്കണം, നീ 21-ാം തീയതി എടുത്തിട്ടുള്ളൂ, നമുക്ക് അതിന് മുമ്പ് പോവായിരുന്നു. അപ്പൊ ഈ തൃശ്ശൂർ ഒരു സിക്നെസ് ഉള്ള കാരണം ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്ന, അല്ലെങ്കിൽ എത്ര ദിവസം നിന്നില്ല. ഗീതാമ്മ, എനിക്ക് അമ്മയോട് പറഞ്ഞോളൂ പറഞ്ഞോളൂ. അല്ലല്ല, നമ്മള് ഫ്രെയിമില് സിസ്ലേന്റിയെ കണ്ടപ്പോ പറഞ്ഞ സിസ്ലേന്റി ഉണ്ട്. ഓക്കെ ഓക്കെ. ഗീതാമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു 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 എനിക്ക് തോന്നുന്നു ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച്, അല്ലെങ്കിൽ ഒരു നമ്മള് സാധാരണ കപ്പിളായി, അതായത് ഭാര്യയും ഭർത്താവും ടൂർ പോകുന്ന വീഡിയോസൊക്കെ മുമ്പ് ഇതുപോലെ കൊണ്ടുപോകാത്ത ഭർത്താക്കന്മാരോട് ഭാര്യ പറയും, കണ്ടോ അവരൊക്കെ കൊണ്ടുപോകുന്ന കണ്ടോ എന്ന് പറയുന്നത് പോലെ ഒരു മകൻ അമ്മ കോംബോ, അത് എനിക്ക് തോന്നുന്നു കൊണ്ടുവന്ന നിങ്ങളാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് 10 വയസ്സുള്ള ഒരു മകനുണ്ട്, ഞാനൊരു അമ്മയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്, അവൻ്റെ കൂടെ ട്രിപ്പ് പോകണം. അപ്പോൾ ഞാൻ അവനോട് ചെറുതിലേ തൊട്ട് പറയുന്നത് അങ്ങനെയാണ്, മോനെ എനിക്ക് മോൻ വലുതാകുമ്പോൾ നമുക്ക് ട്രിപ്പ് പോകണം കേട്ടോ എന്ന്. അത് കൊണ്ടുവന്നത് ശരത്താണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കക്കാരാണ് നിങ്ങളെന്ന് എപ്പോഴും തോന്നാറുണ്ടോ ഗീതാമ്മയ്ക്ക്? ഗീതാമ്മ എന്തൊരു ലക്കിയാണെന്ന് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും ഭയങ്കര ലക്കിയാണ്. ഓരോ കൊല്ലങ്ങൾ കഴിയുന്നവരും എൻ്റെ ഭാഗ്യം കൂടി കൂടി വരികയാണ്. അതാണല്ലോ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ നിന്ന് കളർ ഇഫാൾട്ട് അവർ എനിക്ക് തൊടാൻ കഴിഞ്ഞത്. ഞാൻ ഭയങ്കര ഭാഗ്യതാണ്. ശരത്ത് അതെനിക്ക് നിറവേറ്റി തരുന്നതിൽ അതിയായ സന്തോഷമാണ്. ഇന്നലെയും കൂടി എൻ്റെ അടുത്തൊരു, ഞങ്ങൾ ഇന്നലെ ഒരു മാതൃപൂജ ഡേ ആയിരുന്നു. ഇന്നലെയും കൂടി ഞങ്ങൾ നമ്മുടെ തൃശ്ശൂരുള്ള ഒരു സ്കൂളിൽ പോയി ഈ മാതൃപൂജ രീതികളൊക്കെ ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ സ്കൂളിലേക്ക് കടന്ന വശം ഒരു ടീച്ചർ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാം, എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്ഡ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റായി ഫീൽ ചെയ്ത്, ഞാൻ എൻ്റെ മോന് ശരത്തിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ, ഇതുപോലെ വലുതാവുമ്പോൾ നീ ശരത്തിന്റെ പോലെ എന്നെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, മതി, ഇനി ജീവിതത്തിൽ അധികം ഒന്നും ചെയ്യാനില്ല, എല്ലാം നമുക്ക് കുറെ അത് ചെയ്തു ഇത് ചെയ്തു, അല്ലെങ്കിൽ കുറെ അങ്ങോട്ട് പോയി കുറെ കാശുണ്ടാക്കി, അല്ലെങ്കിൽ കുറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു സക്സസ്ഫുൾ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ കംപ്ലീറ്റഡ് എന്നുള്ളൊരു ഫീലിംഗ് വരും. കുറെ ഇനിയും വെട്ടിപ്പിടിക്കണം, കുറെ ഇനിയും അങ്ങടൊക്കെ പോകണം എന്നുള്ളത് വരുമ്പോഴാണ് നമ്മുടെ ഗ്രീഡും ആക്രാന്തൊക്കെ കൂടുന്നത്. അതൊന്നുമില്ല, ഞാൻ ഭയങ്കര സട്ടിലാ. ഞാൻ എവിടെയോ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഇന്ന് മരിച്ചു പോയാലും ഞാൻ ഹാപ്പിയാ. ഐ എം സോ ഹാപ്പി. കാരണം എനിക്ക് ജീവിതത്തിൽ ചെയ്യണം എന്നുണ്ടായിരുന്നത്, എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന എൻ്റെ കുറച്ച് ഓഫ് ബക്കറ്റ് ലിസ്റ്റ് ഓഫ് തിങ്സ്, എവറിത്തിങ് ഐ ഹാവ് ഡൺ ഇൻ ദിസ് കൈൻഡ് ഓഫ് ഏജ്. അമ്മ ഇനിയും വിയറ്റ്നാം പോണെന്ന് പറഞ്ഞിരിക്കുന്നത്, അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിയറ്റ്നാം, കംബോഡിയ, ജപ്പാൻ, ലിസ്റ്റ് കൂടിയല്ലോ ദൈവമേ. ഇനി അല്ല, നമുക്ക് ഇനി ചിന്തിക്കാലോ. ഇത് ഞാൻ സ്വപ്നം കണ്ടിരുന്ന സ്ഥലത്ത് കെനിയയുടെ ഫോട്ടോ കാണിച്ചെടുത്തപ്പോ പറയണ്ടത് എനിക്ക് കെനിയെ പോണെന്ന്. ഇതിപ്പോ യാത്ര ചെയ്ത് പ്രാന്തായി എന്ന് പറയില്ലേ. ശരത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഇവിടെ. അതായത് നല്ല കുട്ടി, അല്ലെങ്കിൽ